ഇത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വസ്തുതയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അത്ര ഗുണമായിട്ട് ആണ് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി കിടന്നതിനൊക്കെ ഉറക്കമെന്ന് കാണുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആരോപണം രംഗത്തിറങ്ങിയിരിക്കുന്നത്. അട്ടക്കുളങ്ങര ഗവൺമെൻറ് സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി എന്നോടൊപ്പം ചേരുന്നു. ഇതിലൊരു രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി വരികയാണ്. എന്താണ് അങ്ങനെ മറുപടി? എനിക്കവിടെ ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമേ എനിക്ക് അറിയാറുള്ളൂ. ഇത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നഗരസഭയ്ക്കാണ്. ഇത് എനിക്കറിയാവുന്ന ഒരു കാര്യം, ഇത് നേരത്തെ കൈറ്റിൻ്റെ ഒരു ഓഫീസ് ഈ പറഞ്ഞ ഓഫീസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ കൈറ്റിൻ്റെ ഓഫീസ് മാറിയ ശേഷമാണ് SSKയുടെ ജില്ലാ ഓഫീസ് അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ ഈ സ്കൂൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടി മുമ്പ് തീരുമാനിച്ചിട്ടുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെ ജനകീയ പ്രക്ഷോഭം വന്ന ശേഷം അടച്ചുപൂട്ടലിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഇപ്പോൾ വേണ്ട ഒരു 70-ഓളം വരുന്ന കുട്ടികൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത്. 2 ഏക്കറോളം വരുന്ന ഭൂമി അവിടെ ഉണ്ട്. അവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ ഒരു ഓഫീസും കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് തന്നെ. അപ്പോൾ ഇതിന് മുൻപ് മറ്റൊരു മെയിൻ്റെനൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു സംസ്ഥാന സ്ഥാപനമാണ് അത് മെയിൻ്റെനൻസ് നടത്തിയത്. റൂഫിൻ്റെ അത് 15 ലക്ഷം രൂപ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അവിടെ അത് കാറ്റത്ത് അതിൻ്റെ റൂഫ് പൊളിഞ്ഞ് വീണ് അപകടമൊന്നും ഉണ്ടായില്ല. സാധാരണഗതിയിൽ ഈ മെയിൻ്റെനൻസ് ചെയ്തതിന് ശേഷം കൊടുക്കേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് കുട്ടികളിൽ പഠിക്കുന്ന സ്കൂളിൽ മാത്രമല്ല, സമീപ പ്രദേശത്ത് അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ കാര്യവും പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പഴയ കെട്ടിടം വേറെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഇൻ്റർവൽ ടൈമിൽ അവിടെ ചെന്നിരിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ പാടില്ല. മരങ്ങളാണിപ്പോൾ അവിടെ വലിയ പടുകൂറ്റ മരങ്ങൾ നിൽക്കുകയാണ്. 10-50 വർഷക്കാലം പഴക്കമുള്ള മരങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അത് അപകട സ്ഥിതിയാണെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി പാടില്ല. മതിൽ പൊളിച്ചു വീഴാൻ സാധ്യതയുണ്ട്, അത് കൊടുക്കാൻ പാടില്ല. പക്ഷെ എന്തായാലും കുട്ടികളിരുന്ന് കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തു നിന്ന് വളരെ ദൂരെയാണ് ഈ ജില്ലാ SSKയുടെ ഓഫീസ് പ്രവർത്തിച്ചിട്ടുള്ളത്. എന്തായാലും അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തുന്നത് ആവശ്യമാണ്. ഒരു കാര്യം, ഈ BJP നേതാക്കൾ പ്രത്യേകിച്ച് മേയർ ഇന്നലെ അവിടെ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിച്ചത് 3 കോടി രൂപയുടെ ചെലവിൽ നിർമ്മാണം നടത്തിയ ഒരു കെട്ടിടം കാലപ്പഴക്കം ചെല്ലുന്നതിന് മുമ്പ് എങ്ങനെയാണ് തകർന്നു വീണത്, അതിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെയാണ്. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? എനിക്ക് അയാൾക്ക് മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു വിജ്ഞാനവും ഒരു വിവരവും ഉണ്ടാവുന്നില്ല. എൻ്റെ അറിവിൽ 15 ലക്ഷം രൂപയുടെ ഒരു മെയിൻ്റെനൻസ് വർക്ക് അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ബാക്കി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വിവരത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. ഇത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വസ്തുതയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അത്ര ഗുണമായിട്ട് ആണ് തോന്നുന്നില്ല. രണ്ടാമത്തെ ഉത്തരവാദിത്തം കോർപ്പറേഷൻകാർ ഈ കാര്യത്തിൽ എന്ത് ചെയ്തു? മെയിൻ്റെനൻസ് നടത്തിയ ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലയോ? അതല്ലാതെ വേറൊരു ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഉള്ളതെന്ന് വെച്ചാൽ തകരാറായിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുക എന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുള്ള കോർപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലും വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ വീഴ്ച മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ കള്ളത്തരം പറഞ്ഞതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. അട്ടക്കുളങ്ങരയിലെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി നൽകാൻ മേയർ വി രാജേഷിനോടൊപ്പം ചേരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് താങ്കൾ കാര്യങ്ങൾ പഠിക്കാതെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കുകൾ ഇന്നലെ അവതരിപ്പിച്ചതെന്നാണ്. എന്താണ് അതിന് മറുപടി? അദ്ദേഹം പഠിപ്പിച്ച് തന്നെയാണ് ഈ അവസ്ഥയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ആക്കി വച്ചിരിക്കുന്നത്. അദ്ദേഹം അന്വേഷണത്തിന് വിധേയനാകണം. കാരണം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ, അതായത് 2025 7-ാം മാസമാണ് അതിൻ്റെ ഇന്നലെ പൊളിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ അവസാന ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. അതിൽ ഉദ്ഘാടനം വി ശിവൻകുട്ടി എന്നും അധ്യക്ഷൻ ആൻ്റണി രാജു MLA എന്നും ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കെട്ടിടം കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ സാധിക്കാത്ത കെട്ടിടമാണ്. അത്രത്തോളം പഴക്കം ചെന്ന് പൊളിച്ചു മാറ്റേണ്ട കെട്ടിടമാണ്. സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ ഓഫീസ് പോലും അവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒഴിവാക്കിയിട്ടിരുന്ന കെട്ടിടത്തിൽ എന്തിനാണ് 1.5 കോടിയോളം രൂപ ചിലവാക്കി അതിനെ പുതുക്കി പണിതതെന്ന് ശിവൻകുട്ടി പറയണം. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അത് പുതുക്കി പണിതത്.
പൊളിക്കാനിട്ടിരുന്ന കെട്ടിടത്തിൽ ഓടിനും പെയിൻ്റ് അടിച്ച് അവിടുത്തെ കുറച്ച് ചുവരിനും പെയിൻ്റ് അടിച്ചിട്ട് കോടിക്കണക്കിന് രൂപയാണ് വക മാറ്റിയിരിക്കുന്നത്. ആ കെട്ടിടമാണ് ഇന്നലെ പൊളിഞ്ഞു വീണത്. അവിടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നില്ല, കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കുന്നില്ല, മറ്റൊരു ഓഫീസും പ്രവർത്തിക്കുന്നില്ല. സമഗ്ര ശിക്ഷ കേരളം എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഓഫീസിന് പ്രവർത്തിക്കുവാൻ ശ്രീ ശിവൻകുട്ടിയാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്. ആ കെട്ടിടമാണ് ഇന്നലെ പൊളിഞ്ഞു വീണത്. അതോടൊപ്പം തന്നെ 2020 ഇതുപോലെ ഏകദേശം 1,30,00,000 രൂപയ്ക്ക് അകത്ത്, എനിക്ക് രേഖകൾ പരിശോധിച്ചിട്ട് കൃത്യമായ എമൗണ്ട് പറയാൻ സാധിക്കുള്ളൂ, ഇന്ന് ഫയൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ചിലവഴിച്ച് ഇതേ കെട്ടിടം തന്നെ അതിലും പണി ചെയ്തിട്ടുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് 15 ലക്ഷം രൂപ മാത്രമേ ഇന്നലെ ഈ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് ഈ കോടികളെ കണക്ക് വരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അല്ല, അദ്ദേഹത്തിനെ അറിയാവുള്ള കണക്കുകളൊക്കെ ആരാണ് ചിലവഴിച്ചത്, എന്ത് ചിലവഴിച്ചത്, അവിടുത്തെ കഴുക്കോല് വരെ ഊരിക്കൊണ്ടുപോയെന്നാണ്. ഞാൻ പേര് പറഞ്ഞില്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞത് സൂക്ഷിച്ച് അതിനകത്ത് കയറണം, അതിനകത്ത് കഴുക്കോല് പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഒരു സാധനം എടുത്ത് മാറ്റരുത്, മാധ്യമങ്ങൾ അവിടെ കവർ ചെയ്യണം. ഞങ്ങളിന്ന് രാവിലെ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അവിടെ നിന്ന് പല സാധനങ്ങളും എടുത്ത് മാറ്റിയാണ്. ഈ പൊളിഞ്ഞു വീഴുന്നതിൽ ആ ഉത്തരം താങ്ങിയെടുത്തോളം കഴുക്കോലും ഒന്നും അതിലില്ല. ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ പുതുക്കി പണിയുമ്പോൾ, അതായത് പുരാവസ്തുവായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട കെട്ടിടങ്ങൾ അതിനെ നിലനിർത്തണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതുക്കി പണിയുമ്പോഴേക്കും സാധാരണ ചെയ്തു വരുന്നത് ഓട് ഒക്കെ ഈ സ്റ്റീൽ വെൽഡ് ചെയ്തതിന് ശേഷമാണ് ആ കെട്ടിടങ്ങൾ. കാരണം ഈ സ്ട്രക്ചർ നിലനിർത്തണം. അങ്ങനെയാണെങ്കിൽ സ്റ്റീൽ വെൽഡ് ചെയ്തതിന് ശേഷം, ഉത്തരത്തിനും കഴുക്കോലിനൊക്കെ പകരം സ്റ്റീൽ വെൽഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് ഓടിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റീലും പൈപ്പും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പഴയ കമ്പുകൾ തന്നെ, പഴയ കഴുക്കോലും ഉത്തരവൊക്കെ തന്നെ, അല്ല പഴയ കഴുക്കോലൊക്കെ തന്നെ വച്ചിട്ട് അതിന് പെയിൻറ്റ് ചെയ്ത്, ഓടിലും പെയിൻറ്റ് ചെയ്തിട്ടാണ്, ചുവരും പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ കോടികൾ എഴുതി മാറ്റിയിരിക്കുന്നത്. ശക്തമായ അന്വേഷണം നടക്കണം. ശിവൻകുട്ടി ഇന്നലെ രാത്രി തന്നെ ചാടി ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ഉത്തരവാദിത്വം വീഴ്ച വന്നെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ വലിയൊരു അഴിമതിയും വലിയൊരു കെടുകാര്യസ്ഥ നടന്നിട്ടുള്ളൂ. അദ്ദേഹം മറുപടി പറഞ്ഞാൽ മതിയാവുമല്ലോ. അവസാനമായി ഒരു കാര്യം കൂടി, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊരു വീഴ്ചയുടെ കാരണം, അതായത് കെട്ടിടം പൊളിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം, കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ്. അത് മറയ്ക്കാനാണ് ഇങ്ങനൊരു വിമർശനം ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. സ്കൂൾ കോമ്പൗണ്ടിലുള്ള കുട്ടികൾ പഠിക്കുന്ന കെട്ടിടങ്ങൾ മാത്രം പരിശോധിക്കുവാനും ഫിറ്റ്നസ് കൊടുക്കാനുള്ള അധികാരവും അവകാശവും ഞങ്ങൾക്കുള്ളൂ. ആ കോമ്പൗണ്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി കെട്ടിടങ്ങളുടെ എല്ലാ കെട്ടിടങ്ങളുടെയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പൊളിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കെതിരെ കേസാവും, ഞങ്ങൾക്കെതിരെ കോടതി ഉത്തരവ് വരും. സംസ്ഥാന സർക്കാരിന് മാത്രം അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊളിക്കണം എന്ന് തത്വത്തിൽ തീരുമാനിച്ച കെട്ടിടത്തിൽ കോടിക്കണക്കിന് രൂപ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴേക്കും ചെലവഴിച്ചതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അതിന് അദ്ദേഹം സമൂഹത്തോട് ആദ്യം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി കിടന്നതിനൊക്കെ ഉറക്കമെന്ന് കാണുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആരോപണം രംഗത്തിറങ്ങിയിരിക്കുന്നത്. കാരണം അദ്ദേഹം കുറ്റബോധം ശിവൻകുട്ടിയെ വേട്ടയാടുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചെലവഴിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നു. വീണ്ടും ഭരണം വരും എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയത്. അദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പേ മറുപടി പറഞ്ഞാൽ മതിയാവുകയുള്ളൂ, നിയമത്തിൻ്റെ മുമ്പിൽ മറുപടി പറഞ്ഞാൽ മതിയാവുകയുള്ളൂ. ഞങ്ങൾ ശക്തമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. വളരെ നന്ദി പ്രതികരിച്ചാൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.